അപ്പോഴേ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്നൊരു ബ്രാല് കിട്ടി കേട്ടോ. അടിപൊളി ബ്രാല് കിട്ടി. നാടൻ ബ്രാലായിരുന്നു കേട്ടോ. അപ്പോൾ പരിചയമുള്ള ആളായതുകൊണ്ട് ഇത്തിരി വില കുറച്ചൊക്കെ തന്നിട്ടോ. 1/2 കിലോത്തിൻ്റെ ഒരു ബ്രാലായിരുന്നു. അപ്പോൾ ഞാനത് കറി വെച്ചു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു മപ്പാസ് വെച്ചിട്ടാ. അടിപൊളി കറിയാണ്. ഒരു കറി ബ്രാലാണ്. പിന്നെ പിണ്ടിയും കായും കൂടി കഴിഞ്ഞ ദിവസം വെച്ചില്ലേ, അതിൻ്റെ ബാക്കിയൊന്ന് ചൂടാക്കിയൊക്കെ റെഡിയാക്കി എടുത്തു. കുറച്ചുണ്ടായിരുന്നു, അതാണ് ഒരു കറി. ഇന്ന് സ്പെഷ്യലായിട്ട് ബ്രാല് മാത്രമേ കറി വെച്ചുള്ളൂ. പിന്നെ ഇത് നമ്മുടെ നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്കയില്ലേ, അത് കുരുവൊക്കെ കളഞ്ഞിട്ട് കൊച്ചു കല്ലേ വെച്ച് ഒന്ന് ചതച്ചെടുത്തതാണ്. ഒപ്പം കുറച്ച് ചുമന്നുള്ളി, കുറച്ചധികം ചുമന്നുള്ളി ചതച്ചിട്ടു. പിന്നെ അതിൽ കിടന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കാന്താരി എടുത്തിട്ടുണ്ട് 3-4 എണ്ണം. പിന്നെ അതിൻ്റെ ആ വെള്ളം ഇത്തിരി ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതാണ്. എന്ത് രുചിയാണെന്ന് അറിയാമോ? അതാണ് കേട്ടോ ഒരു കറി. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ നമുക്കിന്ന് കറിക്ക് കിട്ടിയേക്കണത് മീനെന്ന് വെച്ചാൽ ബ്രാലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പരിചയക്കാരൻ്റെ നിന്ന് ഒരു ബ്രാലിനെ കിട്ടി. 1/2 കിലോ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കറി റെഡിയാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ടാണ് വെക്കണത്, കണ്ടോളൂ. ബ്രാല് ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ കിട്ടിയ ബ്രാലാണ്. അപ്പോൾ ഇന്നലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അല്പം കറി മസാല എന്നിവയിട്ട് മാരിനേറ്റ് ചെയ്ത ബ്രാല് കഷ്ണങ്ങളാണ്. 1/2 കിലോത്തിൻ്റെ ബ്രാല് കഷ്ണങ്ങളാണ്. ഇത് നമുക്കൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതീയാണ് ഇട്ടേക്കണത്. ചെറുതീയിലൊന്ന് റെഡി ആവട്ടെ. ഒരു ഷാലോ ഫ്രൈ, അധികം മുരിഞ്ഞു പോകണ്ട. നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അധികം മുരിഞ്ഞു പോകണ്ട. ഈ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണം, അത്രയും മുരിഞ്ഞാൽ മതി. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് ഇത് മുരിക്കുമ്പോൾ മസാല എല്ലാം നന്നായിട്ട് പിടിക്കും. ഇതിൽ ഉപ്പും കറക്റ്റും ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിനി കറി റെഡിയാക്കാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. അല്പം ഉലുവ, ഇതിലേക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇപ്പോൾ ചുമന്നുള്ളിയും ഇഞ്ചി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്. എല്ലാം അരിഞ്ഞാണ് ഇട്ടേക്കണത്. വലിയ മീനാകുമ്പോൾ ഞാൻ അരിഞ്ഞാണ് ചേർക്കുന്നത്. നൈസാക്കി അരിഞ്ഞിട്ടേക്കണതാണ്. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയും
വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാനിതാണ് അരപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തേക്കണത്. അതങ്ങ് ഇട്ട് കൊടുക്കാം, അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പൊടിയെല്ലാം വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കോത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിൽ കൂത്ത് വെച്ചതാണിത്. അപ്പോൾ പൊടികൾ ഡയറക്റ്റ് ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും, നല്ല വലിയ മീൻ നമുക്ക് കറിയൊക്കെ റെഡിയാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പൊടികളെല്ലാം ഒന്ന് ചൂടുവെള്ളത്തിൽ കൂത്ത് വെക്കും, അരപ്പാക്കി വെക്കും. അപ്പോൾ അരപ്പ് ഈ പച്ചവെള്ളം ഇഞ്ചിയിലും കിടന്നൊന്ന് വാടി റെഡിയാകുമ്പോൾ കറിയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഒന്ന് അരപ്പൊന്ന് റെഡിയാകട്ടെ. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇത്ര മതി. നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 2ാം പാലാണ്. ഇപ്പോൾ ഒരു മീഡിയം ടൈപ്പ് തേങ്ങയുടെ 1 മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തേക്കണം. അപ്പോൾ അത് 2-3 പ്രാവശ്യം മിക്സിയിലടിച്ച് റെഡിയാക്കി എടുത്ത പാലാണിത്. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ ആവശ്യത്തിന് പുളിക്കാവശ്യം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം നമുക്ക് ചാറ് തിളച്ചാൽ നോക്കാം കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബ്രാലിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്രാൽ ഒരുവിധം വെള്ള മീനാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതിൽ കിടക്കട്ടെ. എല്ലാം ഒന്ന് നമുക്ക് മുക്കിയിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നിൽക്കട്ടെ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കറി നോക്കാം കേട്ടോ. അപ്പോൾ കറീനെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അധികമായി. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഇത് ഇരിക്കും തോറും ഒന്നും കൂടി ഡ്രൈ ആവും. മല്ലിപ്പൊടിയൊക്കെ ചേർത്തേക്കണതുകൊണ്ട്, തേങ്ങാപ്പാലും ഒക്കെ ഉള്ളതുകൊണ്ട് കറി ഒന്നുകൂടി റെഡി ആവും, കുറുകും. ഇത്രയും വേണം. അപ്പം നമുക്കേ ഈ സമയത്ത് 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് 1-ാം പാൽ. അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കറി ഒന്ന് ചുറ്റിക്കാം. അപ്പോൾ ഉലുവ ആദ്യം പൊട്ടിച്ചേക്കണോണ്ട് ഇനി ഉലുവാപ്പൊടി ഇടേണ്ട കാര്യമൊന്നുമില്ല. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അവരൊന്ന് ചെറുതായിട്ടൊരു തിള വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തൊക്കെ പിണ്ടിക്കറിയുടെ ബാക്കിയുണ്ടായിട്ടോ, അല്പം ബാക്കിയുണ്ടായിരുന്നു.
അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് പിണ്ടിക്കറിയുടെ ബാക്കി. അപ്പോൾ ഈ പിണ്ടിക്കറിക്ക് നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ. പകുതി അധികവും തീർന്നു, ഇതിനൽപ്പമേ ഉള്ളൂ. ഇപ്പോൾ ഉച്ചക്കത്തൊക്കെ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ പിണ്ടിക്കറി. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മുടെ ഒരു കറി ഇതാണ്, പിണ്ടിക്കറി. തിള വന്നിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. അപ്പോൾ അറിയാമല്ലോ, ഞാൻ മീനിൻ്റെ തലയുടെ ആളാണ്. കൊതികടല കേട്ടാ, വലിയ തലയാണ്. ഇത് തിന്ന് തീർക്കുമ്പോൾ ഒരു സമയം പിടിക്കും. അപ്പം അല്പം ചാറ് കുറുകുറ ചാറെടുക്കാം. ഒരല്പം ചാറ് ചോറിലൊഴിക്കട്ടെ. എന്താ മണം പോലെ. അടുത്തത് പിണ്ടിക്കറിയാണ്. അല്പം പിണ്ടിക്കറി എടുക്കാം കേട്ടോ. പിണ്ടിക്കറി ഇത്തിരി അധികം കൂട്ടും കേട്ടോ. ഞാൻ ചോറ് ഇച്ചിരി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നെല്ലിക്ക കുത്തിച്ചതച്ച് ചാലിച്ചെടുത്തതാണ്, അതല്പം എടുക്കാം. ഇതിൽ ചുമന്നുള്ളിയും കാന്താരിമുളകൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എരിവാണ്, പക്ഷേ ഉള്ളീനെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. അല്പം ഉള്ളി ചതച്ചെടുക്കാം. ഇതാണപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ. കഴിക്കാം. എന്ത് രുചി ചാറിന്. ഈ തലയൊന്ന് എടുക്കട്ടെ കേട്ടോ. തലയിൽ കുറേ അസ്ഥിക്കൂടങ്ങളൊക്കെ ഉണ്ട്. എല്ലും അസ്ഥിക്കൂടങ്ങളൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ വേറെ തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ എടുത്ത് കഴിക്കണം. കരളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഹായ്, പൊളി പൊളി. നല്ല പച്ച ബ്രാലായിരുന്നു കേട്ടോ, ചാകാത്ത ബ്രാലാണ്. പൊളിയാ. പിന്നെ ഇത്തിരി നമ്മുടെ ഈ പിണ്ടിങ്കായും കഴിച്ചതാണല്ലോ. പിന്നെ നെല്ലിക്കാനൊന്ന് തിന്നട്ടെ കേട്ടോ. നെല്ലിക്ക ഉള്ളിയും കൂടി കൂട്ടി കടിക്കാം. നെല്ലിക്കക്ക് നല്ല എരിവാണ്. കാന്താരിമുളക് ഒടുക്കത്തെ എരിവുള്ള കാന്താരിമുളക്. വെള്ളം കുടിച്ചപ്പോൾ ഒരാളെ ഓർമ്മ വന്നു. ആർക്കെ നമ്മുടെ ഒരു സ്ഥിരം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു പ്രേക്ഷകനാണ് കേട്ടോ. അദ്ദേഹം ഒരു ഹായ് ചോദിച്ചിട്ടുണ്ട്. 1 അല്ല 10 ഹായിട്ട് ആർക്കെ. ഞാൻ നേരത്തെ എന്നോട് ചോദിച്ചതാണ്, ഞാൻ മറന്നുപോയി. ഇപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ ഓർമ്മ വന്നു. എന്താണെന്നാ, ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം വേണമെന്നാണ് പുള്ളിയുടെ ഡിമാൻഡ് കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയും ഇതൊക്കെ എല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.